മനസ്സിലാക്കുക, നീതി ഇസ്ലാമിന്റെ ഏറ്റവും അനിവാര്യമായ ഒരു താല്പര്യമാണ്. ഞാനിവിടെ പറഞ്ഞതുപോലെ തെറ്റ് ആര് ചെയ്താലും അതിനെ തെറ്റായി അംഗീകരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിലപാട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ വളരെ പ്രസക്തമായ ഒരു സംഭവമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു മോഷണം നടന്നു. ഈ മോഷണം നടത്തിയത് ഒരു മുസ്ലിമാണ്. ആ മുസ്ലിം മോഷണം നടത്തി അവസാനം പിടിക്കപ്പെടുന്നുള്ള ഘട്ടം വന്നപ്പോൾ ഈ മുസ്ലിം ഈ മോഷ്ടിച്ച മോഷണ വസ്തു അത് കൊണ്ടുപോയിട്ട് ഒരു ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറഞ്ഞു, അത് ജൂതനാണ് മോഷ്ടിച്ചത്, ഞാനല്ല എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തൊണ്ടി മുതൽ ജൂതന്റെ വീട്ടിൽ നിന്നാണ് കണ്ടുകിട്ടിയത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ജൂതനാണ് മോഷണം നടത്തിയത് എന്ന് തെറ്റുധരിച്ചിട്ട് ജൂതനെതിരെ വിധി പ്രഖ്യാപിച്ചു. നിങ്ങൾക്കറിയുമോ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിൽ ഈ ജൂതന് അനുകൂലമായി 7 ആയത്തുകളാണ് 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് പടച്ച തമ്പുരാൻ അവതരിപ്പിച്ചത്. ആ 7 ആയത്തുകളിൽ പടച്ച തമ്പുരാൻ കൃത്യമായി പറഞ്ഞു, അല്ല, തെറ്റു ചെയ്തത് ജൂതനല്ല, മുസ്ലിമാണ്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്, അയാളാണ് ശിക്ഷിക്കപ്പെടേണ്ടത്, അയാൾ വഞ്ചകനാണ്, വഞ്ചകർക്ക് വേണ്ടി വാദിക്കാൻ മുഹമ്മദ് നീ സന്നദ്ധമാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാൻ ആയത്തുകൾ അവതരിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസായിലെ 105-ാമത്തെ വചനം മുതൽ 112-ാമത്തെ വരെയുള്ള വചനങ്ങൾ. ഇവിടെ നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാകും, മദീനയിൽ മുസ്ലിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നു, അവിടെ ജൂതന്മാർ ഇങ്ങനെ കലാപുണ്ടാക്കാൻ ഒരുങ്ങുന്നു. അങ്ങനത്തെ ഒരു സമയത്ത് ഒരു മോഷണ കേസിലെ പ്രതിയായി മുസ്ലിമിനെ ചിത്രീകരിച്ചിട്ട് ജൂതനെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സമുദായ സ്പിരിറ്റിന് അത് എതിരാണെന്ന് തോന്നുന്ന ആളുകൾ ഉണ്ടാകാം. പക്ഷെ ഇസ്ലാമിന്റെ സ്പിരിറ്റിന് അത് എതിരല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തെറ്റാര് ചെയ്താലും തെറ്റെന്ന് അതിനെ വിളിക്കാൻ കഴിയണം.